ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയും 2 മുട്ടയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ആവിയിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പം നമുക്ക് ഇതുപോലെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലാസ്സോ കപ്പോ എടുത്താലും മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇന്ന് ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ സാധാരണ കുഴയ്ക്കാറ്. അപ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ വെള്ളം ഒന്നിച്ച് ഒഴിക്കാറില്ല, ഞാൻ കുറേശ്ശെ ആണ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാറ്. ഇപ്പം നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കണ്ടോ നല്ലപോലെ സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2-3 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ അതിനെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. കണ്ടോ, ഇപ്പോൾ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിതിനെ ഒന്ന് 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവോള വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ വളരെ നൈസായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം നന്നായിട്ട് വഴന്നെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് മസാല സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ 1 മിനിറ്റൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു കുറച്ച് ചൂടുവെള്ളം, കാരണം ഇതിനെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം, മസാലേനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നതിന് 1-2 സ്പൂൺ ചൂടുവെള്ളം, തണുത്ത വെള്ളമല്ല, ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്കിതിനെ ഒന്ന് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല കണ്ടോ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടോ നല്ല സ്മൂത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയിട്ട് ഇനി നമ്മൾ ആവശ്യത്തിന് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കണ്ടോ 2 ചപ്പാത്തിയുടെ 2-3 ചപ്പാത്തി ചെറിയ ചപ്പാത്തിയുടെ അത്രയും കട്ടിയിലുള്ളൊരു മാവ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒന്നിച്ചങ്ങ് പരത്തിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ ഇപ്പോൾ 4ആയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇനി ഇതിനെ ഒന്നും കൂടി പരത്തി, അപ്പോൾ നമുക്കൊരു ലെയർ പോലെ നമ്മുടെ ഈ ഡിഷ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ ഒന്ന് പരത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പെർട്ടിക്കുലർ ഷേപ്പ് വേണം അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല തിന്നായിട്ട് തന്നെ വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ പിസ്സ കട്ടർ വെച്ചാണ് കട്ട് ചെയ്യുന്നത്, പക്ഷേ നമുക്കിപ്പം കത്തി വെച്ചായാലും നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനൊരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു സ്ക്വയറിൻ്റെ നമുക്ക് വേണ്ട ഐറ്റത്തിൻ്റെ സൈസ് അനുസരിച്ച്, ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു സൈസ് കണ്ടോ 4-1 ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. ഇപ്പോൾ 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബോയിൽ ചെയ്ത മുട്ടയുടെ ഒരു പീസ് അതിൻ്റെ പൊക്കത്തിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ വേറൊരു പീസ് കണ്ടോ ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഒരു ഫില്ലിങ്ങിൻ്റെ ഒരു പീസും കൂടി എടുത്ത് വെച്ചിട്ട് സൈഡെല്ലാം നമ്മളിങ്ങനെ നല്ലപോലെ ക്ലോസ് ചെയ്യണം. അല്ലെ പിന്നെ അത് പുറത്തോട്ട് വരാനോ അല്ലെ മസാലയൊക്കെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. കണ്ടോ ഇതുപോലെ നല്ലപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ എക്സ്ട്രാ ഉള്ളതിനെയൊക്കെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്ക് വേണേൽ ഇതിനെ ജോയിൻ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ ക്ലോസ് ചെയ്യുന്നത്. ഉണ്ടോ ഇപ്പോൾ നമ്മൾ ആ ഒരു പഴയൊരു ലെയറും ഇപ്പോൾ നമ്മൾ ചെയ്തൊക്കെ കൂടിയായിട്ട് നല്ലൊരു ലെയർ പോലെയാണ് അതിൻ്റെ ടോപ്പിങ്ങും കവറിങ്ങും ഒക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ എഗ്ഗിൻ്റെ ഫില്ലിങ്ങാണ് ചെയ്തത്. ഇപ്പം നമുക്ക് വേണേൽ പൊട്ടറ്റോയുടെ ഫില്ലിങ്, പനീർ ഫില്ലിങ്, അല്ലെങ്കിൽ മീറ്റോ ചിക്കനോ എന്ത് ടൈപ്പ് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഫില്ലിങ്ങിനകത്ത് വെക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ഉണ്ടോ ഇതുപോലെ ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതിനെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അപ്പച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പച്ചമ്പിലെ വെള്ളം സ്റ്റീമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും നമ്മുടെ അപ്പച്ചമ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും, സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മാവ് 1 കപ്പിനുണ്ടാക്കിയതിന് ഇപ്പോൾ ഇത്രയും മാവ് മിച്ചമുണ്ട്. ഏകദേശം ഒരു 2 എണ്ണം ഇതുപോലത്തെ നമുക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 മുട്ട ഉണ്ടെങ്കിൽ 6 പീസ് നമുക്ക് കിട്ടും. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്ന് വെന്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആക്ച്വലി ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട്, ഒന്ന് കുറച്ചൊരു ക്രിസ്പി ആക്കി വെക്കാനായിട്ട് ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറേശ്ശെ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബട്ടറാണ് തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ നെയ്യോ എന്ത് വേണേലും ചെയ്യാം. അതെല്ലാത്തിലും ഒന്ന് നമുക്ക് നല്ലപോലെ സ്പ്രെഡ്, കാരണം വളരെ കുറച്ചൊന്നും ഇങ്ങനെ വെറുതെ തേക്കുന്ന പോലെ അത്രയും ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. ഒന്ന് തേച്ച് കൊടുക്കുക ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ട്. പിന്നെ നമ്മളൊരു കടായി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ ബട്ടറോ ഓയിലോ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് സൈഡൊക്കെ നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ നല്ല എല്ലാ സൈഡും നല്ലപോലെ നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ സൈഡും ഒക്കെ മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മളെല്ലാം എടുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ വളരെ ഈസിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതൊന്ന് മുറിച്ചും കൂടി നോക്കാം. കണ്ടോ, മുറിച്ചും കൂടി കാണിക്കുക ഇതെങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ആകമൊക്കെ കണ്ടോ, നല്ല രസമായിട്ടല്ലേ ഇരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും